വിശുദ്ധ മണിക്കൂറിലേക്ക് ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലിയോടും പരിശുദ്ധാത്മാവിന്റെ വീണ എന്നറിയപ്പെടുന്ന മാർ അപ്രേമിനോടും ചേർന്നുകൊണ്ട് കുരുന്ന പ്രതിഭകൾ അവതരിപ്പിക്കുന്ന സംഗീത വിസ്മയമായ ടെൻഡർ റൈംസിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സംഗീത വിസ്മയമായ ടെൻഡർ റൈംസിൽ പാടാൻ ഇന്നിതാ ഇവിടെ എത്തുന്നു 4 പുതിയ കൂട്ടുകാർ. അവരുടെ പാട്ടുകൾ കേൾക്കുന്നതിന് മുമ്പായി നമുക്ക് അവരെ വേദിയിലേക്ക് വിളിക്കാം. ആദ്യമായി കടന്നു വരുന്നത് ഇടുക്കി രൂപതയിൽ നിന്നും ജസ്വിൻ. ഹായ് ജസ്വിൻ. ഇടുക്കി രൂപതയിൽ നിന്നും ടെൻഡർ റൈംസിന്റെ ഇവിടെ പാടാൻ ആദ്യം എത്തിയിരിക്കുന്നത് ജസ്വിൻ ആണ്. പക്ഷെ അതിന്റെ യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ ഹാപ്പി ആയിട്ടാണല്ലോ അല്ലേ? തീർച്ചയായും. ജസ്വിന്റെ ഇടവകയിൽ നിന്ന് ഇത്രയും വലിയൊരു ഗായകനൊക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോൾ ഇടവകയ്ക്ക് എങ്ങനെയാ, ഒരു അഭിമാനം ആണോ? തീർച്ചയായും. എന്ന് വെച്ചാൽ ഞാൻ മിഷലിങ്ങിൻ്റെയും തിരുബാത്സക്യത്തിൻ്റെയും ഒരുപാട് മത്സരങ്ങളിൽ പള്ളിയിൽ നിന്ന് പോയിട്ടുണ്ട്. തീർച്ചയായും ദൈവം എന്നെ 1ാം സ്ഥാനത്തേക്ക് മാറ്റി എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പള്ളിയിലെ കുർബാനയ്ക്ക് ഗായക സമൂഹത്തിൻ്റെ കൂടെ പാടാൻ എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിച്ചു. സ്കൂളുകളിലും ഇതുപോലെ മത്സരങ്ങൾക്ക് പോയി എല്ലാത്തിനും സമ്മാനം മേടിക്കാൻ എനിക്ക് സാധിച്ചു. വലിയൊരു താരമാണല്ലേ ജസ്വിൻ? ജസ്വിൻ എവിടെ നിന്നാ വരുന്നേ? അടിമാലിയിൽ നിന്നല്ലേ? ഇപ്പൊ നല്ലൊരു ഗായകനായി ഭാവിയിൽ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സ്നേഹഗീതവുമായി ഇനി ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് എവ്ലിൻ. ഹായ് എവ്ലിൻ. ഹായ്. എവിടെ നിന്നാ വരുന്നേ? കരിമ്പൻ നിന്നല്ലേ? ഒരു മലാഖ കുട്ടിയെ പോലെ ഉണ്ടല്ലോ ഇന്ന്. എവ്ലിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തിഗാനം ഏതാ? ദൈവത്തിന്റെ കുഞ്ഞല്ലേ നീ അല്ലേ? എന്തുകൊണ്ടാ പാട്ട് ഇഷ്ടപ്പെട്ടെ? എനിക്ക് സങ്കടങ്ങൾ ഉണ്ടാവുമ്പോൾ ഞാൻ ആ പാട്ട് പാടും. ആ പാട്ട് പാടുമ്പോഴോ ആശ്വാസം ലഭിക്കുമോ? ഈശോ അടുത്തുണ്ടെന്ന് തോന്നുവോ? തീർച്ചയായും തോന്നും അല്ലേ? അതുകൊണ്ടാണ് ആ പാട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പൊ പാട്ടൊക്കെ പഠിച്ചോ ഇന്ന്? നല്ല രീതിയിൽ പാടുവോ? അപ്പം കൂട്ടുകാരുടെ കൂടെ പോയി ഇരിക്കാൻ നല്ല രീതിയിൽ പാട്. സ്തുതികളും സങ്കീർത്തനങ്ങളും കോർത്തിണക്കിയ ഗാനവുമായി ഇനി ഇവിടേക്ക് കടന്നു വരുന്നത് നോറ. നോറ ഒരു വെറൈറ്റി നെയിം ആണല്ലോ. നോറ എന്ന പദത്തിന്റെ അർത്ഥം അറിയോ? അറിയാം. എന്താ അർത്ഥം? പ്രകാശം. പ്രകാശം എന്നാണല്ലേ? ഇപ്പൊ തളർന്നിരിക്കുന്ന മനസ്സുകൾക്കൊക്കെ നോറയുടെ പാട്ടിലൂടെ പ്രകാശം പരത്താനാണോ? അതെ. പള്ളിയിൽ കൊയറിലൊക്കെ പാടാറുണ്ടോ? ഉണ്ട്. എത്ര വർഷമായിട്ട് പാടുന്നു? ഞാൻ 3 വർഷമായി. 3 വർഷമായിട്ട് പാടുന്നുണ്ടല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഇടവകയിൽ ഒരു വലിയ ഗായികയാണ്. പാട്ടൊക്കെ നന്നായിട്ട് പഠിച്ചോ? പഠിച്ചു. ഇപ്പൊ കൂട്ടുകാരുടെ കൂടെ പോയിരിക്കുക, നല്ല രീതിയിൽ പാട്ട് പാടുക. ഒരു മധുരഗാനവുമായി ഇനി കടന്നു വരുന്നത് അനീറ്റ. അനീറ്റ മോളെ, എവിടെ നിന്നാ വരുന്നേ? ഞാൻ വാഴവരയിൽ വരുന്നത്. വാഴവരന്നല്ലേ? മോൾ ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാഴവര. മോള് ഷാലോം ടിവിയിലോട്ട് പോരുവാന്ന് പറഞ്ഞപ്പം ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ എന്താ പറഞ്ഞേ? നന്നായി പാടിയിട്ട് വരണം, വലിയ സ്റ്റാർ ആവണമെന്ന് പറഞ്ഞു. വലിയ സ്റ്റാർ ആണെന്ന് പറഞ്ഞല്ലേ? നന്നായിട്ട് പാട്ട് പാടുവോ? നല്ല രീതിയിൽ പാടും. വീട്ടിൽ ആരൊക്കെ പാടും? മമ്മിയും പപ്പയും പാടും. മമ്മിയും പപ്പയും നല്ല സപ്പോർട്ടാണോ? അതെ. അമ്മ കറക്ഷൻസ് ഒക്കെ തരുമോ? അപ്പൊ നല്ല രീതിയിൽ പാട്ട് പാടാൻ റെഡി ആയിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? അതെ. ഫ്രണ്ട്സിനോടൊക്കെ പറയണ്ടേ ഷാലോം ടി വി വന്നെന്ന്? പറയണം. നല്ല രീതിയിൽ പാട്ട് പാടുക, കൂട്ടുകാരുടെ കൂടെ പോയിരിക്കും. 4 കൊച്ചു കൂട്ടുകാരുടെ മനോഹരമായ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കടന്നു വരുന്നത് ജസ്വിൻ. ജസ്വിൻ ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നേ? ഇന്ന് ഞാൻ ആരായിരിക്കുന്നു. ആരാ ഈ പാട്ട് ഒറിജിനൽ ആയിട്ട് പാടിയത്? നിഷാദ്. നിഷാദ് ആണല്ലേ? ഇത് ഏത് ആൽബത്തിലെ പാട്ടാന്നറിയോ? ഏതാ? ആത്മദാനമായി. ആത്മദാനമായി എന്ന ആൽബത്തിലെ മനോഹരമായ ഒരു ഗാനമാണല്ലേ? നീറുന്ന മനസ്സിന് മുമ്പിൽ താങ്ങും തണലുമായി നൊമ്പരത്തോടെ നൊമ്പരങ്ങൾ ഏറ്റെടുക്കുന്നവനോട് ഈ ഗാനം പാടി പ്രാർത്ഥിക്കാം. ഇന്നു ഞാൻ ആരായിരിക്കുന്നു എന്നത് നിന്റെ
മനസ്സിൻ്റെ ആഴത്തിലുണർന്നിടും ചിന്തകൾ പോലും നീ അറിയുന്നുവോ? എൻ്റെ നിഗൂഢമാം ചെയ്തികൾ പോലും നിൻ കൺമുന്നിലെപ്പോഴും തെളിയുന്നുവോ? എന്നെ മുഴുവനും അറിയുന്ന ദൈവമേ, എന്നിലെ കുറവുകൾ നികത്തേണമേ. എന്നെ മുഴുവനും അറിയുന്ന ദൈവമേ, എന്നിലെ കുറവുകൾ നികത്തേണമേ. ഇന്നു ഞാൻ ആരായിരിക്കുന്നു എന്നത് നിന്റെ കൃപയാലയല്ലയോ? എന്നിലഹന്തതൻ വേരോടി നിൽക്കുമ്പോൾ ഞാൻ തന്നെ സർവ്വവും എന്നു തോന്നും. പരിമിതമാണെൻ്റെ കഴിവുകളതിലങ്ങേ കനിവിൻ്റെ കരമുണ്ടെന്നറിയുന്നു ഞാൻ. ഇന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അതിൽ നിൻ പരിപാലന കാണുന്നു ഞാൻ. ഇന്നു ഞാൻ എന്തായിരിക്കുന്നുവോ അതിൽ നിൻ പരിപാലന കാണുന്നു ഞാൻ. ഇന്നു ഞാൻ ആരായിരിക്കുന്നു എന്നത് നിന്റെ കൃപയാലയല്ലയോ? ഇന്നു ഞാൻ എന്തായിരിക്കുന്നു എന്നതും നിൻ സ്നേഹമൊന്നിനാൽ മാത്രമല്ലോ. ദൈവമേ, നന്ദിയോടങ്ങയെ വാഴ്ത്തും, എല്ലാറ്റിനും സ്തോത്രമേകിടും. ഇന്നു ഞാൻ ആരായിരിക്കുന്നു എന്നത് നിന്റെ കൃപയാലയല്ലയോ? ഇന്നു ഞാൻ എന്തായിരിക്കുന്നു എന്നതും നിൻ സ്നേഹമൊന്നിനാൽ മാത്രമല്ലോ. ദൈവമേ, നന്ദിയോടങ്ങയെ വാഴ്ത്തും, എല്ലാറ്റിനും സ്തോത്രമേകിടും. എല്ലാറ്റിനും സ്തോത്രമേകിടുന്നു. എല്ലാറ്റിനും സ്തോത്രമേകിടുന്നു. മാലാഖമാരോടൊപ്പം സ്തുതിഗീതങ്ങൾ ആലപിക്കുവാൻ ഇനി ഇവിടേക്ക് കടന്നു വരുന്നത് ഒരു കൊച്ചു മാലാഖ, എവ്ലിൻ. എവ്ലിൻ, ഏത് പാട്ടാ ഇന്ന് പാടാൻ പോകുന്നത്? ഈശോ നീ എൻ്റെ സ്വന്തം. ഈ പാട്ട് ഏത് ആൽബത്തിലെയാ? തിരുമുറിവ്. പാലാരൂപതയിലെ പ്ലാഷ്നാൽ ഇടവകയിലെ ഫാദർ ജീവൻ കദലിക്കാട്ടിൽ രചനയും സംഗീതവും നൽകിയ മനോഹരമായ ഒരു ഗാനമാണിതല്ലേ? നന്നായി പഠിച്ചോ? പഠിച്ചു. ടെൻഷൻ ഉണ്ടോ? ഇല്ല. ഇല്ല, ഈശോ കൂടെ ഉണ്ടല്ലോ അല്ലേ, പിന്നെ എന്തിനാ ടെൻഷൻ? നല്ല രീതിയിൽ പാട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. മനം നിറയെ സ്നേഹവുമായി ആ ദിവ്യനാഥന്റെ മുമ്പിൽ ഒരുമയോടെ നമുക്ക് ഈ ഗാനം ആസ്വദിക്കാം. ഈശോ ഞാൻ നിന്റെ സ്വന്തം, ഈശോ നീ എൻ്റെ സ്വന്തം,
ഞാൻ നിന്റെ സ്വന്തം. ആരംഭത്തിൽ പൂവും ഇളം കാറ്റും വെളിച്ചത്തെ സ്തുതിക്കുന്നത് പോലെ ദൈവസ്തുതികളുമായി ഇനി കടന്നു വരുന്നത് നോറ. നോറ, ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? ഒരു കോടി ജന്മമേ. കേട്ടാലും കേട്ടാലും മതി വരാത്ത മനോഹരമായ ഗാനമാണതല്ലേ? ആരാ ഈ പാട്ട് സെലക്ട് ചെയ്തേ? എൻ്റെ അച്ഛനും അമ്മയും. എന്തുകൊണ്ടാണ് ഈ പാട്ട് സെലക്ട് ചെയ്തേ? ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണല്ലേ? നല്ല രീതിയിൽ പാട്ട് പഠിച്ചോ? കോൺഫിഡൻ്റ് ആണോ? ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ. ടെൻഷനൊന്നും വേണ്ട, ഈശോ കൂടിയില്ലേ. നല്ല രീതിയിൽ പാട്ട് പാടുക. ഓൾ ദ വെരി ബെസ്റ്റ്. ദിവ്യസക്രാരി നാഥൻ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയായി സ്നേഹത്തോടെ ദിവ്യ ചൈതന്യത്തോടെ ഈ ഗാനം ആസ്വദിക്കാം. ഒരു
ഒരു കോടി നാവിനിക്കിയാലും ഒരു രാപ്പാടിയുടെ ഗീതത്തേക്കാൾ സുന്ദരമായ ഗാനവുമായി അടുത്തതായി വരുന്നു അനീറ്റ മരിയ. അനീറ്റ, ഇന്ന് ഏത് പാട്ടാ പാടാൻ പോകുന്നേ? ആരോരുമില്ലാത്ത നാളിൽ. ആരാ ഈ പാട്ട് പാടിയത്? സുജാത ചേച്ചി. സുജാത ചേച്ചി പോലെ വലിയൊരു ഗായികയാകണ്ടേ? ആകണം.
ഈശോ സഹായിക്കട്ടെ. ചേച്ചി പ്രാർത്ഥിച്ചേക്കാവേ. താങ്ക് യു. അൽത്താരയിൽ നിന്ന് ആൽബത്തിൽ നിന്നല്ലേ ഈ പാട്ട്? അതെ. മോക്ക് ഈ പാട്ട് സെലക്ട് ചെയ്ത് തന്നതാരാ? മമ്മയും പപ്പയും. അമ്മയും പപ്പയാണല്ലേ? അപ്പൊ നല്ല രീതിയിൽ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്തോ? ചെയ്തു. കോൺഫിഡന്റ് ആണ്? അതെ. അപ്പൊ നന്നായിട്ട് പാടാൻ ഈശോ സഹായിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. തകർന്ന മനസ്സിന് സ്വാന്തനമായി, തളർന്ന മനസ്സിന് പുതുജീവനായി യേശുവിന്റെ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഗാനം നമുക്കും ആസ്വദിക്കാം. ആരോരുമി
ജീവിതം ഒരു ഉത്സവമാണ്. സ്നേഹത്തിന്റെ, പുണ്യത്തിന്റെ, നന്മയുടെ ഉത്സവം. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ആ സ്നേഹത്തിലേക്ക് നമ്മയും സമർപ്പിക്കാം. 4 കൊച്ചുകൂട്ടുകാരുടെ സുന്ദരവും വ്യത്യസ്തവുമായ ഗാനങ്ങൾ നാം കേട്ടുകഴിഞ്ഞു. വരും ആഴ്ചകളിൽ വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് എമിൽഡ ജോർജ് സൈനിങ് ഔട്ട്.